പുനെ മല്ലൂസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2024 തീരാൻ പോവുകയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അതുപോലെ നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗൊന്നും അല്ല ഇടാൻ പോകുന്നത്, ഒരു 2024 റീക്യാപ്പാണ് ഇടുന്നത്. അപ്പോൾ എൻ്റെ 2024 എങ്ങനെയുണ്ടായിരുന്നു എന്നൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ഒന്നും വീഡിയോ ഞാൻ ഇടാറില്ല, എല്ലാവർക്കും അറിയാം. ഉടനെ വെടിയായിട്ട് വരുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. എല്ലാവരും പരാതി പറയാറുണ്ട് കണ്ടിന്യൂസ് വീഡിയോ ഇടണം. കുറച്ച് പേരേ ഉള്ളൂ നമ്മളെ വീഡിയോ കാണുന്നത്. ആ കുറച്ച് പേരെങ്കിലും അവർക്ക് ഇഷ്ടമാണ്, അത് നമ്മളടുത്ത് പറയാറുമുണ്ട്. കാണുമ്പോഴൊക്കെ പറയും വീഡിയോസ് ഇനി ഇടണം, നല്ല വീഡിയോസാണ്, അത് കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ നെഗറ്റീവ് പറയുന്നവരും ഉണ്ട് കേട്ടോ. നെഗറ്റീവ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, പോസിറ്റീവ് മാത്രം നമ്മളെടുക്കും. അപ്പോൾ 2024 ഞാൻ ആദ്യം ഇട്ട വീഡിയോ ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ്, എൻ്റെ അമ്മമാരുടെ ഉത്സവം. എന്ന് വെച്ചാൽ അവിടെ 2 അമ്മമാരാണ് ആ അമ്പലത്തിലുള്ളത്. ഞാൻ 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ അമ്പലത്തിൽ ഉത്സവം കൂടുന്നത്. എന്തോ എല്ലാ വർഷവും നമ്മൾ ഇവിടെ ആയിരിക്കും, കാരണം പിള്ളേർക്ക് എക്സാം ഉള്ള സമയമായിരിക്കും ഉത്സവം. ഈ വർഷം അടിപൊളി ഉത്സവമായിരുന്നു, നല്ല എൻജോയ് ചെയ്തു, എല്ലാം കണ്ടു. അതുപോലെ അന്നദാനം, ഇതൊന്നും മിസ് ചെയ്യാൻ പറ്റാത്തതാണ്. എല്ലാത്തിലും ഞാൻ പങ്കെടുത്തു. ഞാൻ മാത്രമല്ല, ചേട്ടനും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. അതുപോലെ പിള്ളേരൊക്കെ ആദ്യമായിട്ടാണ് ഉത്സവം കാണുന്നത്. മോളൊരു തവണ കണ്ടിട്ടുണ്ട്, വളരെ ചെറുതിലെ. അല്ലാതെ ഒരു വീഡിയോയിലൊക്കെ അവർക്ക് അറിയത്തുള്ളൂ. ഉത്സവം എന്ന് കേൾക്കുന്നേ ഉള്ളൂ, ഈ അമ്പലത്തിൽ ഉത്സവം എന്തോന്നും അവർക്ക് അറിയില്ല. അപ്പോൾ കൊച്ചുങ്ങൾക്കും എല്ലാവർക്കും ഉത്സവം കാണാൻ പറ്റി. അതായിരുന്നു നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ. അതിന് മുമ്പേ ഞാൻ കുഞ്ഞു ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരു വ്ളോഗ് എന്ന് പറയാൻ നമ്മുടെ ഉത്സവമായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ. അടുത്ത നമ്മുടെ വീഡിയോ അഗാഖാൻ പാലസ് ആയിരുന്നു. അതൊരു മ്യൂസിയമാണ്, നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് കാണും. പിന്നെ നമ്മളിടുന്ന വീഡിയോ എന്ന് പറയുന്നത് ഓണമാണ്. എന്ന് വെച്ചാൽ വലിയ ഗ്യാപ്പിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഓണം തൊട്ട് ഞാൻ ഫ്രീക്വൻ്റ്ലി വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. ഫ്രീക്വൻ്റ്ലി എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഡെയിലി ഇടുന്നില്ല, അതുപോലെ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചിട്ടോ മാസത്തിൽ 2-3 വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. ഓണം തൊട്ടാണ് ഞാൻ വീഡിയോ കുറച്ച് സീരിയസ് ആയിട്ട് ഇടണമെന്ന് എനിക്ക് തന്നെ തോന്നിയത്. കാരണം എല്ലാവരും വിളിക്കുന്നവരും നമ്മളെ ഫ്രണ്ട്സും നമ്മുടെ നാട്ടിലുള്ളവരും എല്ലാവരും പറയാറുണ്ട് വീഡിയോ ഇടണം എന്നുള്ളത്. അപ്പം ഞാൻ ഓണം തൊട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഈ വീഡിയോ ഇടാൻ ഡിലേ വരുന്നത് ഒന്നുകിൽ പിള്ളേരുടെ എക്സാം കയറി വരും, അതല്ലെങ്കിൽ അവരുടെ സ്കൂളിലെ വർക്കുകൾ, അതും അല്ലെങ്കിൽ ആർക്കെങ്കിലും അസുഖം. എനിക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ പനി വരുമായിരുന്നു. അപ്പോൾ ഈ ത്രോട്ട് പ്രൈം എന്നിട്ട് ത്രോട്ടിൽ ഒട്ടും സൗണ്ടും കാണത്തില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്കിതിരുന്ന് മെനക്കെട്ടിരുന്ന് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പം ഒരു തവണയല്ല, എഡിറ്റ് ചെയ്തിട്ട് ഞാനത് 2-3 തവണ കണ്ടു നോക്കും. അങ്ങനെ ഇരുന്ന് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാനത് ഇടാതിരുന്നത്. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ടോ ദൈവസഹായം കൊണ്ട് കുറച്ച് ദിവസം കൊണ്ടൊന്നും അസുഖങ്ങളൊന്നും ഇല്ല, ദൈവമേ. അതുപോലെ അങ്ങ് മുമ്പോട്ട് പോട്ടെ എന്നാണ് പ്രാർത്ഥന. അടുത്ത നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അച്ചുവും അനിയനും ആദിമോനും ഇവിടെ വരുന്നതാണ്. ഈ വർഷത്തെ ഏറ്റവും നല്ല ഒരു മെമ്മറി ആയിട്ട് ഞാനത് പറയും. കാരണം ഒരുപാട് നാളോടെ നമ്മളവരെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴാണ് അനിയനും ഒക്കെ അവർക്ക് സൗകര്യം കിട്ടിയത് വരാനായിട്ട്. ആകെ അവർ 4 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ജസ്റ്റ് ലോണാവാലയിലൊക്കെ ഒന്ന് പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഒരാഴ്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെയൊക്കെ സ്ഥലങ്ങളിൽ പോകാമായിരുന്നു. പിന്നെ അതുപോലെ ചേട്ടന് ലീവും കൂടെ വേണം കേട്ടോ. ആകെ 2-3 ദിവസം ഞങ്ങൾ കറങ്ങാൻ പോയുള്ളൂ. ചേട്ടന് 3 ദിവസത്തെ ലീവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 ദിവസം ഞങ്ങൾ കറങ്ങാനൊക്കെ പോയി. അതൊരു നല്ല മെമ്മറി ആയിരുന്നു. ഈ വർഷത്തിൽ എനിക്ക് വേറെ ഒന്നും വലുതായിട്ട് സന്തോഷം വരുന്ന മെമ്മറീസൊന്നുമില്ല. കുറേ നഷ്ടങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു, കുറേ വേർപാടുകൾ അങ്ങനെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വർഷം ഓർക്കുമ്പം ഇവർ വന്നത് മാത്രമേ ഉള്ളൂ ഒരു നല്ല മെമ്മറി ആയിട്ടുള്ളത്. പിന്നെ ഞാനിട്ട വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. എനിക്കൊരു വ്ളോഗ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാന്ന് വെച്ചാൽ. കാരണം ഇവിടെ വേറെ ആരുമില്ല, എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്തേ പറ്റൂ. ചേട്ടനാണെന്നുണ്ടെങ്കിൽ 8 മണിയാകുമ്പം ഓഫീസിൽ പോവും, പിള്ളേർ 7 മണിക്ക് അവർക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ ഈ അതിരാവിലെ തൊട്ടേയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിലെത്താൻ താമസിക്കും. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഉച്ച വരെയുള്ള വീഡിയോസൊക്കെ എടുത്തു വെക്കും, പിന്നെ ഞാനങ്ങ് മറന്നു പോകും. കാരണം നമ്മൾ ധൃതിപ്പെട്ട് ഇറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ കുറേ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങി വെക്കും, ചെയ്യാതിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ വർഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു. പിന്നെ അടുത്ത നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ദീപാവലി ആയിരുന്നു. ഇത്തവണത്തെ ദീപാവലി നല്ലതായിരുന്നു. എല്ലാ തവണയും പോലെ തന്നെ പടക്കം പൊട്ടിയും വിളക്ക് കത്തിക്കും അങ്ങനെയൊക്കെയാണ്.
ഇപ്പോൾ പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ആൻറ്റിയും നമ്മളെ കൂടെ ദീപാവലിക്ക് ഉണ്ടായിരുന്നു. ആൻറ്റി എന്ന് പറയുന്നത് ഞാൻ മിക്ക വീഡിയോയിലും പറയും, എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുമുണ്ട് ദീപാവലിയിലെ വീഡിയോയിൽ. ആൻറ്റി അവിടുത്തെ ഹൽദി കുങ്കുമിനും ലക്ഷ്മി പൂജയ്ക്കും ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും മോളും കൂടെ പോയി അവരെ ബ്ലെസ്സിങ്സ് വാങ്ങി. എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും നല്ലൊരു മുഹൂർത്തമായിട്ട് ഞാനത് കാണുന്നു. കാരണം ആൻറ്റിക്ക് അത്രയും ഇഷ്ടമാണ് നിന്നെ, നമ്മുടെ ഫാമിലി ഇഷ്ടമാണ്. ഈ ഫ്ലാറ്റിൽ എനിക്ക് 1-2 ഫാമിലിയായിട്ടേ ഉള്ളൂ കമ്പനി. ബാക്കിയുള്ളവരെയൊക്കെ ഹായ് ബൈ പറച്ചിൽ അത്രയേ ഉള്ളൂ, മിണ്ടും അത്രയേ ഉള്ളൂ. നമ്മൾ ആരുടെയും വീട്ടിലോട്ട് പോവില്ല. പക്ഷേ ഈ ആൻറ്റിയുടെ വീട്ടിലോട്ട് നമ്മൾ പോവുകയും അവർ നമ്മുടെ വീട്ടിൽ വരികയൊക്കെ ചെയ്യും. അതുപോലെ തൊട്ടടുത്ത് താമസിക്കുന്ന വേറെ 2 ഫാമിലി, വേറെ അങ്ങനെ നമ്മൾ എല്ലായിടത്തും ഒന്നും പോവില്ല. ഹൽദി കുങ്കുമോ പൂജയോ ഫെസ്റ്റിവലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുവാണെങ്കിൽ പോവും, അല്ലാതെ അങ്ങനെ പോവാറില്ല. അങ്ങനെ ആൻറ്റിയുടെ വീട്ടിൽ പോയി. ആൻറ്റി എനിക്കെല്ലാം പറഞ്ഞു തരും കേട്ടോ. ഇവിടുത്തെ മഹാരാഷ്ട്രീയൻസിൻ്റെ ഫെസ്റ്റിവൽസിൻ്റെ രീതികൾ നമ്മളെ രീതിയല്ലല്ലോ അവർക്ക്. നമ്മൾ പൂജകളല്ല ഇവർ ചെയ്യുന്നത്. എല്ലാ പൂജകളും ഒരു വീട്ടിൽ ചെയ്യും. നമ്മൾ അമ്പലങ്ങളിൽ പോയി ചെയ്യുന്നത് ഇവർ വീട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം, എന്നെ കൂടെ നിർബന്ധിക്കുമ്പോൾ നീയും ചെയ്യണം, അത് ചെയ്യുക, ഈ വ്രതം എടുക്ക്, അങ്ങനെ ഇവിടുത്തെ രീതികളെല്ലാം എനിക്ക് പറഞ്ഞു തരും. പിന്നെ ദീപാവലി അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ നമുക്ക് ദീപാവലിയുടെ വെക്കേഷൻസ് ആയിരുന്നു. പിള്ളേർക്ക് 10-15 ദിവസം അവധി ഉണ്ടായിരുന്നു, ചേട്ടന് 5 ദിവസം അവധി ഉണ്ടായിരുന്നു. അപ്പം മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ സ്ഥലങ്ങൾ കാണാൻ പോകുന്നതിനേക്കാളും എനിക്കിഷ്ടം അമ്പലങ്ങളിൽ പോകുന്നതാണ്. ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. അതിന് അമ്പലങ്ങളല്ല, ചർച്ചിൽ പോയാൽ അതുപോലെ എനിക്ക് കുറച്ച് നേരം കണ്ണടച്ച് ഇങ്ങനെ നമുക്ക് ശാന്തമായിരുന്നിങ്ങനെ എന്തോന്നറിയത്തില്ല, നല്ല മൈൻഡൊക്കെ നല്ല ഫ്രീ ആകും. അപ്പം കൂടുതലും ഞാൻ സെർച്ച് ചെയ്യുന്നത്, ഈ വെക്കേഷനൊക്കെ വരുമ്പോൾ ഞാൻ സെർച്ച് ചെയ്യുന്നത് അമ്പലങ്ങളാണ്. അടുത്തുള്ള അമ്പലങ്ങൾ ഏതൊക്കെയാണ്, നമ്മൾ പോകാത്ത അമ്പലങ്ങൾ. അതാണ് എൻ്റെ വീഡിയോസിലെല്ലാം നിങ്ങൾ കൂടുതലും അമ്പലങ്ങൾ കാണുന്നത്. അപ്പം ജ്യോതിർലിംഗങ്ങൾ 2 കാണാൻ പോയി, ഭീമാശങ്കരും ത്രംബകേശ്വറും. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. നമുക്ക് ഇനി പ്രതീക്ഷയല്ലാതെ ഉദ്ദേശിക്കുന്നത് ഇൻഡോറിൽ വെച്ചിട്ട് ഞങ്ങൾ 2 ജ്യോതിർലിംഗം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും കാണാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടേ ഉള്ള കാര്യമല്ല. അതെനിക്കൊരു വലിയൊരു ഇതായിട്ട് കാണുന്നുണ്ട് ഈ 2 ക്ഷേത്രങ്ങളിൽ പോയത്. ഇപ്പം നമ്മൾ 4 ജ്യോതിർലിംഗങ്ങളാണ് കണ്ടിരിക്കുന്നത്. ദൈവം സഹായിച്ചാൽ ഇനിയും കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ അടുത്തത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ജടായുപ്പാറയാണ്. ജടായുപ്പാറ അത് ഞാൻ നേരത്തെ നാട്ടിൽ പോയ സമയത്ത് എടുത്തിട്ടിരുന്നതാണ്. ഞാൻ ഈ ഗാലറി ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഇതെന്തുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയി എന്ന് ഞാൻ ആലോചിച്ചത്. കാരണം അത്രയും നല്ലൊരു സ്ഥലം, അത്രയും നല്ലൊരു വീഡിയോ, എന്താണ് ഞാൻ എഡിറ്റ് ചെയ്യാനെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ അതിനിപ്പം കളയണ്ട, ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടേ, അല്ലാതെ ഞാൻ പെട്ടെന്ന് നാട്ടിൽ പോയി ജടായുപ്പാറയിൽ പോയിട്ട് എടുത്തതല്ല. ഞാൻ നാട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യാതെ ഇട്ടിരുന്നത് കൊണ്ട് അങ്ങനെ പിന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണത്. അപ്പം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ജടായുപ്പാറ. ഇനി ഞാൻ റീസെൻ്റ്ലി പോസ്റ്റ് ചെയ്ത വീഡിയോ, നമ്മുടെ ബദ്രി മോൻ്റെ ബർത്ത്ഡേ. ഒരുപാട് വാശിയോ ഒന്നുമില്ല അവന്. ബർത്ത്ഡേ കേക്ക് മേടിക്കണം, കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. അങ്ങനെ വാശി പിടിക്കുന്ന കുഞ്ഞൊന്നുമല്ല. പറ്റുന്ന കണക്ക് ഞങ്ങളും അവന് എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേ ദിവസം ചെയ്തു കൊടുക്കാറുണ്ട്. ബാക്കിയുള്ള ദിവസമൊന്നും അവന് ഇന്നത് വേണം അങ്ങനെയൊന്നും പറയാറില്ല. ബർത്ത്ഡേക്ക് പക്ഷേ അവനൊരു നിബന്ധനയുണ്ട്, കേക്ക് കട്ട് ചെയ്തേ പറ്റൂ. അതുപോലെ എന്തെങ്കിലും ഒരു കൊച്ചു ഗിഫ്റ്റെങ്കിലും കൊടുക്കണം. അത് നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുക, അമ്മയ്ക്ക് എനിക്ക് മേടിച്ച് തരുമായിരിക്കും അല്ലേ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. അന്നത്തെ ദിവസമേ അവൻ ചോദിക്കാറുള്ളൂ. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്തു. ഇഷ പറഞ്ഞു അവൾക്ക് അവൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ പിയാനോ മേടിച്ച് കൊടുത്തു. കാരണം ഒട്ടും അവൻ പ്രതീക്ഷിക്കത്തില്ല. നമ്മൾ എപ്പോഴും മേടിക്കുന്ന എന്തുവാ, കാറ്, ജീപ്പ്, അങ്ങനെയുള്ള എന്തെങ്കിലും പസിൽ, അങ്ങനെയൊക്കെ കളിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളായിരിക്കും. അപ്പോൾ പിയാനോ മേടിച്ച് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ ചെല്ലുമ്പോൾ ആദ്യമോന് പിയാനോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ 2 പേരും കൂടെ പ്രാക്ടീസ് ചെയ്യുന്നത്. ആദ്യമോനാണ് ഇവനെ പിയാനോ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവന് പിയാനോ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനെ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് അറിയാം അവന് വേണം. പക്ഷെ അവൻ പറഞ്ഞിട്ടില്ല, ഇന്നേ വരെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പിയാനോ മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര സർപ്രൈസായിരുന്നു അത്. അങ്ങനെ ഇത് കഴിഞ്ഞു. പിന്നെ പക്ഷേ അവനൊരു പ്രോമിസ് ബാക്കി നിൽപ്പുണ്ട്. നമ്മൾ പുറത്ത് കൊണ്ടുപോയി അവന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഇന്ന് രാത്രിയിലോ അതല്ലെങ്കിൽ നാളെയോ നമ്മൾ പോകും. നാളെ ന്യൂ ഇയർ ആണല്ലോ, അപ്പോൾ നാളെയോ നമ്മൾ പോകും. അവനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. അതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ്. 2024 എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഉത്സവം കാണാൻ പറ്റി. ഞാൻ പറഞ്ഞില്ലേ 10 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഉത്സവം കാണുന്നത്. അത് കാണാൻ പറ്റി. അച്ചു അനിയനും ഒക്കെ ഇവിടെ വന്നു. പിന്നെ നമ്മൾ ജ്യോതിർലിംഗ ദർശനം, അതൊഴിച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടായില്ല.
2024 ഓർത്തിരിക്കാനായിട്ട് അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു 2024 എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കറിയാമല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നെങ്കിൽ അങ്ങനെ പറയുക, വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പറയുക, ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ 2025 കിടക്കുകയാണ്. ഞാൻ ഈ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ ബാക്ക് ബോൺ പോലെ ചേട്ടനും എൻ്റെ മക്കളും അച്ഛനും അമ്മയും അനിയത്തിയും എൻ്റെ ഫാമിലി മൊത്തവും എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യമോൻ വരെ എനിക്ക് സപ്പോർട്ടാണ്. കാരണം വീഡിയോ ഇടുന്നു അവരാണ് എനിക്ക് ഫോഴ്സ് ചെയ്യുന്നത്, എൻ്റെ അടുത്ത് പറയുന്നത്. ചേട്ടന് ക്യാമറയുടെ മുന്നിൽ വരുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നെ ഇങ്ങനെ കാണിക്കില്ല. എന്നിട്ടും ഞാൻ 1-2 വീഡിയോകളിലൊക്കെ ചേട്ടൻ വന്നിട്ടുണ്ട്. കിടക്കട്ടെ എന്ന് വിചാരിക്കും, എഡിറ്റ് ചെയ്ത് ഞാൻ കളയത്തില്ല. പക്ഷേ ചേട്ടൻ പറയാറുണ്ട് എന്നെ കാണിക്കരുത്, ഏട്ടനെ കാണിക്കരുതെന്ന്. എൻ്റെ ഒരു ബാക്ക് ബോൺ പോലെ എൻ്റെ ഫാമിലി എല്ലാം എൻ്റെ കൂടെ ഉണ്ട്. അവരുടെ ഒരു സപ്പോർട്ടാണ് എനിക്കിങ്ങനെയൊക്കെ വീഡിയോ ഇടാൻ പറ്റുന്നത്. അതുപോലെ നിങ്ങളൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് മുന്നോട്ട് ഇതേപോലെ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടെ കൊണ്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. 2024 അതേ സപ്പോർട്ട് തന്നെ 2025 എനിക്ക് തരണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷനൊന്നും പറഞ്ഞുകൊണ്ടൊന്നുമില്ല കേട്ടോ. എല്ലാ വർഷവും എടുക്കുന്നുണ്ട്, ഞാനൊന്നും ചെയ്യാറില്ല. പക്ഷേ 2025 ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നുമില്ല. എല്ലാം വരുന്ന കണക്ക് പോട്ടെ എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സുഖത്തോടെയൊക്കെ ഇരിക്കുക. എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ഞാൻ ആശംസിക്കുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.